ചീറ്റ് മീലിനെ പറ്റി പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമാണുള്ളത്. നിങ്ങൾ ആരെയാണ് ചീറ്റ് ചെയ്യുന്നത്? രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ഈ ചീറ്റ് മീലിനെ പറ്റി സംസാരിക്കുന്നത്. ഫസ്റ്റ് കാറ്റഗറി ഫിസിക്ക് ഫോക്കസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡിംഗ് മൈൻഡ് സെറ്റ് ഉള്ളവർ. ഫുഡിന്റെ കാര്യത്തിൽ എക്സ്ട്രീംലി ഡിസിപ്ലിൻഡ് ആയിരിക്കും അവർ. പ്രോപ്പർ ആയിട്ട് അവർ കാലറീസ് ട്രാക്ക് ചെയ്യും, മാക്രോസ് ടു ദ ഡോട്ട് പ്ലാൻ ചെയ്യും. ആൻഡ് അവരുടെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മിക്ക ദിവസങ്ങളും അവർ ഒരേ ടൈപ്പ് ഫുഡ് തന്നെയായിരിക്കും കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ എടുക്കുന്ന ഒരു ഒക്കേഷണൽ ചീറ്റ് മീൽസ് പ്രോപ്പർലി പ്ലാൻഡ് ആയിരിക്കും. പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണിത്. ഇനി സെക്കൻഡ് കാറ്റഗറി ഓഫ് പീപ്പിൾ, ഞാൻ ഉൾപ്പെടെ വരുന്ന മെജോറിറ്റി ആളുകൾ. ഈ കാറ്റഗറി ആളുകളുടെ ഉദ്ദേശം വരുന്നത് ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷന് പോവുക എന്നുള്ളതല്ല. അത്യാവശ്യം ഒരു ഡീസന്റ് ഫിസിക്ക് വേണം, നല്ല എനർജി വേണം, ഒരു നോർമൽ സോഷ്യൽ ലൈഫ്, ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസും ഉണ്ടാവാൻ പാടില്ല. അത്രേ ഉള്ളൂ. അങ്ങനെയുള്ളവർ ഈ ചീറ്റ് മീലിനെ പറ്റി സംസാരിക്കാനേ പാടില്ല. യു ഷുഡ് ഈറ്റ് എവറിത്തിങ് ഇൻ മോഡറേഷൻ. പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടീൻ കഴിക്കുക, ആവശ്യത്തിന് മാത്രമുള്ള കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും മാത്രം കഴിക്കുക, മൈക്രോ ന്യൂട്രിയൻസിലും ഫോക്കസ് ചെയ്യുക. ഇത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒക്കേഷണലി കുറച്ച് പായസം കുടിക്കുക, ലഡു കഴിക്കുക, ജിലേബി കഴിക്കുക, ഈവൻ ബർഗറോ പിസയോ കഴിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ആൻഡ് ഇൻഫാക്ട് യു ഷുഡ് ഈറ്റ് ഇറ്റ് ബിക്കോസ് വി ഓൺലി ലിവ് വൺ. സോ ഇതുപോലുള്ളവർ ചെയ്യേണ്ടത് നമ്മുടെ ബോഡി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, കഴിക്കുന്ന ഫുഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ആൻഡ് ഡിസിപ്ലിൻ വേണ്ടത് അത്ലീറ്റ്സിനാണ്. റിയൽ ലൈഫിൽ വേണ്ടത് ബാലൻസ് ആണ്.